പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നല്ലൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. ഇന്ന് ജയയുടെ വിവാഹമായിരുന്നു. ആദ്യ രാത്രി പാലുമായി ജയ മുറിയിലേക്ക് വരുമ്പോൾ രാജഗോപാൽ അവിടെ ഉണ്ടായിരുന്നില്ല. പാൽ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചിട്ട് വാതിൽ ചാരി അവൾ കട്ടിൽ വന്നിരുന്നു. അച്ഛന്റെയും അമ്മയുടെയും മരണത്തോടെ അനാഥയായ ജയ കല്യാണം കഴിയുന്നതുവരെ അപ്പച്ചിയുടെ കൂടെയാണ് കഴിഞ്ഞിരുന്നത്. അപ്പച്ചിയുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു പെൺകുട്ടിയെ പെണ്ണ് കാണാൻ വന്ന രാജഗോപാൽ ജയയെ കണ്ട് ഇഷ്ടപ്പെട്ട് അവിടെ ചെന്ന് പെണ്ണ് ചോദിച്ചതാണ്. രാജഗോപാലിന് ബിസിനസ്സാണ്. അവന്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയതാണ്. അച്ഛന്റെയും അമ്മയുടെയും മരണത്തോടെ തനിച്ചായി അവനെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ അവന്റെ അമ്മാവനാണ്. രാജഗോപാൽ പ്രായപൂർത്തിയായപ്പോൾ അച്ഛന്റെ ബിസിനസ് അമ്മാവൻ അവനെ ഏൽപ്പിച്ചു. അച്ഛനും അമ്മയും മരിച്ച അനാഥനായ അവന് ഒരു ജയയെ പോലെ അനാഥയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിരുന്നു ഇഷ്ടവും. അതുകൊണ്ട് വേണ്ടപ്പെട്ട കുറച്ച് ബന്ധുക്കളെയും കൂട്ടി അവളുടെ അപ്പച്ചിയുടെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കുമ്പോൾ ഒരു ഭാരം പോട്ടെ എന്ന് കരുതി അവനെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കാതെ ജയയുടെ അപ്പച്ചി അവളെ അവന് കല്യാണം കഴിച്ചു കൊടുത്തു. അമ്പലത്തിൽ വെച്ച് താലി കെട്ടി രാജഗോപാൽ ജയയെ സ്വന്തമാക്കി. കല്യാണം ലളിതമാക്കിയെങ്കിലും അന്ന് വൈകുന്നേരം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും ഒക്കെ വിളിച്ചുകൂട്ടി ആഡംബരമായ ഒരു റിസപ്ഷൻ അവന്റെ വീട്ടിലങ്ങ് നടത്തി. ബിസിനസ് ആയതിനാൽ ഒരുപാട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. രാത്രി 12 മണി വരെ പാർട്ടി നീണ്ടു നിന്നു. ആളുകളെല്ലാം പോയതും ജയ ഒത്തിരി ക്ഷീണിച്ചുപോയി. ഭക്ഷണമൊക്കെ കഴിച്ച് തിരികെ റൂമിൽ വന്ന് റിസപ്ഷന്റെ ഡ്രസ്സൊക്കെ മാറി കുളിച്ച് ഫ്രഷായി വന്ന ജയയുടെ കയ്യിലേക്ക് രാജഗോപാലിന്റെ വകയിലെ ഏതോ ഒരു അമ്മായി ഒരു ഗ്ലാസ് പാലും കൊണ്ട് കൊടുത്തു. അലങ്കരിച്ച മുറിയിലേക്ക് അമ്മായി അവളെ കൊണ്ടാക്കിയിട്ട് പോയി. ഇരുനിലയിൽ പണി കഴിപ്പിച്ച അടിപൊളി ഒരു വീടായിരുന്നു രാജഗോപാലിന്റെ. താഴെയും മുകളിലുമായി കുറെ റൂമുകളുണ്ട്. അവർക്ക് മണിയറയെ അലങ്കരിച്ചിരുന്ന മുറി മുകൾ നിലയിൽ ഏറ്റവും നടുക്കുള്ള ഒരു മുറിയായിരുന്നു. ജയെ, ഞാൻ വരാൻ കുറച്ച് ലേറ്റാകും കേട്ടോ. താഴെ എന്റെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. അവരെ പറഞ്ഞു വിട്ടിട്ട് മുറിയിലെത്തുമ്പോഴേക്കും ഒരു നേരമാകും. അതുകൊണ്ട് താൻ കാത്തിരുന്ന് മുഷിയണ്ട. ഉറക്കം വരികയാണെങ്കിൽ കിടന്നുറങ്ങിക്കോളൂ കേട്ടോ. രാജഗോപാലിനെയും കാത്ത് മുറിയിലിരുന്ന അവളുടെ അടുത്തേക്ക് വന്ന രാജഗോപാൽ അവളോട് അത്രമാത്രം പറഞ്ഞിട്ട് വേഗം താഴേക്ക് ഇറങ്ങിപ്പോയി. ഒരു മിന്നായം പോലെയാണ് കഴുത്തിൽ താലി കെട്ടിയവനെ അവൾ കണ്ടത്. ജയ കുറച്ചു സമയം എന്ത് ചെയ്യണമെന്നറിയാതെ ഒരേ ഇരിപ്പ് തുടർന്നെങ്കിലും പിന്നീട് അവൾ കട്ടിലിനൊരു വശം ചരിഞ്ഞു കിടന്നു. നല്ല ഉറക്കക്ഷീണമുണ്ടെങ്കിലും പരിചയമില്ലാത്ത വീടും ആൾക്കാരും ഒക്കെ ആയതിനാൽ അവൾക്ക് ഉറക്കം വന്നതേയില്ല. രാജഗോപാലിന്റെ ആലോചന ആദ്യം വന്നപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം നൽകിയെങ്കിലും പണക്കാരനായ ഒരു ഭർത്താവിനേക്കാൾ സാധാരണക്കാരനായ ഒരുവനെയായിരുന്നു അവൾ ജീവിത പങ്കാളിയായി ആഗ്രഹിച്ചത്. പക്ഷെ ഇങ്ങോട്ട് ഇഷ്ടം പ്രകടിപ്പിച്ചു വന്ന രാജഗോപാലിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ അവളും പ്രത്യേകിച്ചൊരു കാരണവും കണ്ടില്ല. അപ്പച്ചിയോട് മാന്യമായി വന്ന് പെണ്ണ് കെട്ടിക്കൊണ്ടുപോയതിനാൽ രാജഗോപാലിനോട് അവൾക്ക് ഒരു ബഹുമാനവും തോന്നി. രാത്രി ഏറെ വൈകുന്നവരെ രാജഗോപാലിന്റെ വരവും കാത്തിരുന്നെങ്കിലും അയാൾ റൂമിലേക്ക് വന്നതേയില്ല. താഴെ സ്വീകരണമുറിയിൽ ആരുടെയൊക്കെ പൊട്ടിച്ചിരികളും ബഹളങ്ങളും ഒക്കെ കേൾക്കാമായിരുന്നു. രാജഗോപാലിനെയും കാത്തു കാത്തു കിടന്ന് അവൾ എപ്പോഴോ ഉറങ്ങിപ്പോയി. അവൾ ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയതിനു ശേഷം ആ മുറിയിലേക്ക് ആരോ ഒരാൾ വരികയും അവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്യുകയും ചെയ്തു. അയാൾ വാതിലടച്ച് കുറ്റിയിട്ടതിനു ശേഷം ജയയുടെ അടുത്തായി വന്ന് കിടന്നു. തന്റെ അരികിൽ ആരോ വന്ന് കിടക്കുന്നതും ശരീരത്തിൽ കൂടി വിരലോടിക്കുന്നതും തിരിച്ചറിഞ്ഞ ജയ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. രാജേട്ടൻ എപ്പോ വന്നു? അവന്റെ മുഖം കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവൾ അവന്റെ നേരെ മുഖം തിരിച്ചു ചോദിച്ചു. ഇപ്പോ വന്നതേയുള്ളൂ ഞാൻ. ഫ്രണ്ട്സൊക്കെ പോയപ്പോ വളരെ ലേറ്റായി. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ആ ചോദ്യം ചോദിക്കുമ്പോൾ അവന്റെ കൈകൾ അവളുടെ മുഖത്തും ശരീരത്തിലും ആർത്തിയോടെ എന്തോ പരതി നടന്നു. അവന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ അവൾക്കായില്ല. അനുവാദം ചോദിക്കാതെയുള്ള തന്റെ ശരീരത്തിലെ ജയേട്ടന്റെ സ്പർശനങ്ങൾ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. ജയേട്ടാ, ഇപ്പോ തന്നെ ഇതൊക്കെ വേണോ? എനിക്ക് കുറച്ചുകൂടി സമയം വേണം. അവന്റെ കൈകളിൽ പിടുത്തമിട്ടുകൊണ്ട് ജയ അത് പറഞ്ഞതും രാജഗോപാൽ അവളുടെ കൈകൾ തട്ടിമാറ്റി. ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്. ഒരു മനുഷ്യൻ ഈ ദിവസം ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് നീ തടസ്സം നിൽക്കരുത്. ഞാൻ നിന്റെ ഭർത്താവാണ്. നിന്നിൽ എനിക്കിപ്പോ പൂർണ്ണ അവകാശമുണ്ട്. അത് പറഞ്ഞതും അവൻ അവളുടെ അധരങ്ങളിലേക്ക് അവന്റെ അധരങ്ങൾ അടുപ്പിച്ചു. ആദ്യമൊക്കെ എതിർപ്പ് തോന്നിയെങ്കിലും
പേരറിയാത്ത ഒരു സുഖം അവന്റെ സ്പർശനത്തിൽ അവൾ അനുഭവിച്ചു തുടങ്ങി. അവളുടെ അധരങ്ങളെ താലോലിച്ചുകൊണ്ടിരുന്ന അവന്റെ അധരങ്ങൾ താഴെ കരിച്ചിറങ്ങി. ആവേശത്തോടെ അവൻ അവളുടെ ശരീരത്തിലേക്ക് അമർന്നു. പേരറിയാത്ത ആ സുഖത്തിന്റെ അനുഭൂതിയിൽ ജയയും എല്ലാം മറന്ന് ലയിച്ചു ചേർന്നു. ആദ്യമൊക്കെ ഒരു ഭയവും ഇഷ്ടക്കേടും തോന്നിയെങ്കിലും പോകെ പോകെ അവന്റെ ആ ലാളനകളിൽ അവൾ സ്വയം മതിമറന്നു. ഒടുവിൽ ആ കൊടുങ്കാറ്റടങ്ങി. രാജഗോപാലിന്റെ നെഞ്ചിൽ തലചായ്ച്ചു വെച്ച് അവൾ ഉറങ്ങി. പക്ഷേ നേരം പുലർന്ന് കണ്ണു തുറന്നു നോക്കിയ ജയ അരികിൽ കിടക്കുന്ന അപരിചിതനായ മധ്യവയസ്കനെ കണ്ട് ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. തലേന്ന് രാത്രി തനിക്കൊപ്പം കിടക്ക പങ്കിട്ടത് ഭർത്താവല്ലെന്നും അതേതോ അന്യനായ ഒരു പുരുഷനാണെന്നുമുള്ള തിരിച്ചറിവ് അവളെ വല്ലാതെ ഭയചകിതയാക്കി. ബെഡ്ഷീറ്റ് കൊണ്ട് ശരീരത്തിന്റെ നഗ്നത മറച്ച് അലറിക്കരഞ്ഞുകൊണ്ട് അവൾ വാതിലിന് നേർക്ക് പാഞ്ഞതും മുറിയുടെ വാതിൽ തുറന്ന് രാജഗോപാൽ അകത്തേക്ക് കയറി വന്നു. റൂമിലേക്ക് വന്ന സമയത്താണ് കട്ടിലിൽ കിടന്ന പുരുഷനും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. ആർത്തിയോടെ ജയയെ ഒന്ന് നോക്കിയ ശേഷം തന്റെ വസ്ത്രങ്ങൾ ശരിയാക്കി അവൻ പുറത്തേക്ക് പോയി. രാജഗോപാൽ ചെന്ന് ഡോർ അടച്ചതിന് ശേഷം കട്ടിൽ വന്നിരുന്നു. എന്താ എന്താ രാജേട്ട ഇവിടെ നടക്കുന്നത്? ആ ഇറങ്ങിപ്പോയ ആളാണോ ഇന്നലെ എന്റെ കൂടെ ഇവിടെ? രാജേട്ടനും കൂടി അറിഞ്ഞുകൊണ്ടായിരുന്നു അല്ലേ ഇതെല്ലാം? സർവവും തകർന്നവളെ പോലെ കരഞ്ഞുകൊണ്ട് ജയ ബെഡ്ഷീറ്റ് കൊണ്ട് തന്റെ നഗ്നത മറച്ച് മുറിയുടെ മൂലയിലേക്ക് ഇരുന്നു. എന്റെ ബിസിനസിന്റെ ലാഭത്തിനു വേണ്ടി കന്യകയായ നിന്നെ എന്റെ കൂടെ ബിസിനസ് ചെയ്യുന്ന കിരണിന് കൊടുക്കേണ്ടി വന്നു. ഈ കൂട്ടുകച്ചവടത്തിൽ എനിക്ക് കോടികളുടെ ലാഭമാണ് മോളെ കിട്ടിയത്. ഇനി മുതൽ ഇങ്ങനെ പലരുമായി നിനക്ക് കിടക്കേണ്ടി വരും. എതിർക്കാതിരുന്നാൽ നിനക്ക് നന്നായി സുഖിക്കാം. ഇന്നലെ അവന്റെ കൂടെ കിടന്നുണ്ടാക്കിയ ശീൽക്കാര ശബ്ദങ്ങളൊക്കെ ഞാൻ കേട്ടതാ. എല്ലാവരുടെ മുമ്പിലും വഴങ്ങിക്കൊടുത്ത ഈ ശരീരം നോവാതെ നിനക്ക് രക്ഷപ്പെടാം. പിന്നെ ഇവിടെ നടക്കുന്നത് ആരോടെങ്കിലും പറയാനോ രക്ഷപ്പെടാനോ ശ്രമിച്ചാൽ ഇന്നലെ ഇവിടെ നടന്നതൊക്കെ നാട്ടുകാർ കാണും. ആദ്യ രാത്രി ഭർത്താവിനെ ഉറക്കിക്കിടത്തിയിട്ട് അവന്റെ കൂട്ടുകാരനുമായി കിടക്ക പങ്കിട്ട ഒരു പെണ്ണായി നിന്നെ ഞാൻ നാട്ടുകാർക്കും വീട്ടുകാർക്കും മുന്നിൽ ചിത്രീകരിക്കും. അതോടെ നാണം കെട്ട് നിനക്ക് ജീവിച്ചിരിക്കാൻ പോലും കഴിയില്ല. പല ലാഭങ്ങളും മുന്നിൽ കണ്ടു തന്നെയാ അനാഥയായി നിന്നെ ഞാൻ കെട്ടിക്കൊണ്ടുവന്നത്. അതാകുമ്പോ ചോദിക്കാനും പറയാനും ആരും വരില്ലല്ലോ. എന്റെ കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ നടക്കുകയും ചെയ്യും. രാജഗോപാലിന്റെ ഓരോ വാക്കുകളും ജയയെ അടിമുടി തളർത്തി. ബിസിനസ്സിൽ കൂടുതൽ വളരാനും ശോഭിക്കാനും വേണ്ടിയാണ് രാജഗോപാൽ അവളെ കെട്ടിയത്. നാട്ടുകാർക്കും ബന്ധുക്കൾക്കുമിടയിൽ നല്ല പിള്ള. അതിനുവേണ്ടി കൂടിയാണ് അവൻ ജയയെ കല്യാണം കഴിച്ചത്. താൻ വന്ന് അകപ്പെട്ടത് വലിയൊരു ട്രാപ്പിലാണെന്നും അവിടുന്ന് തനിക്കൊരു രക്ഷപ്പെടൽ സാധ്യതയില്ലെന്നും വേദനയോടെ അവൾ തിരിച്ചറിഞ്ഞു. തലേന്ന് വരെ താൻ കണ്ടതും അറിഞ്ഞതുമായ രാജഗോപാൽ അല്ല ഇപ്പോൾ താൻ കണ്ടവനെന്ന് അവൾ പേടിയോടെ മനസ്സിലാക്കി. ആത്മഹത്യ ചെയ്യാൻ പോലും കഴിയാതെ അവന്റെ വീട്ടുതടങ്കൽ കിടന്ന് നരയിക്കാനായിരുന്നു ആ പെണ്ണിന്റെ വിധി. അവന്റെ ആജ്ഞപ്രകാരം അവൾക്ക് പലരുമായും കിടക്ക പങ്കിടേണ്ടി വന്നു. തന്റെ അവസ്ഥ ആരെങ്കിലും ഒന്ന് അറിയിക്കാനോ അവിടുന്ന് രക്ഷപ്പെടാനോ ജയയ്ക്ക് കഴിഞ്ഞില്ല. ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിച്ച് അവൻ കൊണ്ടുവരുന്നവരുടെ കൂടെയൊക്കെ കിടക്ക പങ്കിട്ട് മടുത്തു കഴിയുമ്പോഴാണ് അവളെ തേടിയ സന്തോഷ വാർത്ത എത്തിയത്. അവൻ സഞ്ചരിച്ചിരുന്ന കാർ ആക്സിഡന്റിൽ പെട്ടുവന്നതായിരുന്നു ആ വാർത്ത. മദ്യപിച്ച് വാഹനം ഓടിച്ചിരുന്ന രാജഗോപാലിന്റെ കാർ നിയന്ത്രണം തെറ്റി ഡിവൈഡറിലിടിച്ചു മറിയുകയായിരുന്നു. അപകടത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ രാജഗോപാൽ മരണപ്പെട്ടിരുന്നു. അവന്റെ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാനാവാതെ രാജഗോപാലിന്റെ വീട്ടിൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്ന ജയയ്ക്കതോടെ സ്വാതന്ത്ര്യം ലഭിച്ചു. ഭർത്താവിന്റെ മരണത്തോടെ അവന്റെ സ്വത്തുവകകളെല്ലാം അവളുടെ പേരിലേക്ക് വന്നു ചേർന്നു. രാജഗോപാലിന്റെ മരണത്തോടെ തന്നെ മറ്റു ശല്യങ്ങളും അവൾക്ക് പിന്നീട് ഉണ്ടായില്ല. ബിസിനസ് എല്ലാം ഏറ്റെടുത്ത് അതിൽ നിന്നും കിട്ടുന്ന ലാഭം കൊണ്ട് മറ്റുള്ളവരെ സഹായിച്ച് അവൾ പിന്നീടുള്ള ജീവിതം തള്ളി നീക്കി. എന്നെങ്കിലും തന്നെ മനസ്സിലാക്കി സ്നേഹിക്കാൻ ഒരാൾ വന്നാൽ സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറായിട്ടായിരുന്നു അവളുടെ മുന്നോട്ടുള്ള ജീവിതം.